സ്മൈൽ മാൻ പ്രവീൺ സംവിധാനം ചെയ്ത് ശരത് കുമാർ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്ന 2024 അവസാന വാരത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ദ സ്മൈൽ മാൻ. എനിക്കിത് ആഗ്രഹിച്ച് കാണണമെന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. കാരണം ഒരുപാട് ആളുകൾ ഈ സിനിമയെ പറ്റി അറിഞ്ഞു കാണത്തില്ല. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം വലിയ പ്രൊമോഷൻസും കാര്യങ്ങളും തമിഴ് സുഹൃത്തുക്കൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സിനിമ കാണാൻ ആരും തിയേറ്ററിൽ കയറിയിട്ടുമില്ല. ഈ സിനിമ കാണാൻ തിയേറ്ററിൽ പോയ സമയത്താണെങ്കിൽ 10 പേരുണ്ടായിരുന്നു ഈ ഷോ നടത്തത്തോളം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഷോ ക്യാൻസൽ ആയി പോയി. പിന്നീട് ഞാൻ ഈ സിനിമ നോക്കാൻ പോയിട്ടില്ല. ഓക്കെ, അപ്പം ഇതിപ്പോ OTT സ്ട്രീം ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിത് കണ്ടതും. ഓക്കെ, അപ്പം സ്മൈൽമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ പേര് പോലെ തന്നെ ഒരു സ്മൈലി കില്ലറുടെ കഥയാണ് സിനിമ പറയുന്നത്. നഗരത്തിൽ നടക്കുന്ന സ്മൈൽമാന്റെ കൊലപാതകങ്ങൾ തേടി ചിലംബര നെടുമാരൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസറായ ശരത് കുമാറിന്റെ ഒരു അന്വേഷണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരത് കുമാറിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കുറെ നാളുകളായിട്ട് ഈ കോപ്പ് സ്റ്റോറീസ് ഒക്കെ ചെയ്തു വരുന്ന ഒരു ആക്ടർ കൂടിയാണ് ശരത് കുമാർ. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അഭിനയമൊക്കെ പൊളിയായിരുന്നു. നമ്മുടെ പോർത്തൊഴിൽ കണ്ടതൊക്കെ പോലെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രമേയവും കൂടെ സിനിമയ്ക്കുള്ളിൽ കാഴ്ചവെച്ചു. റോസും അതുപോലെ തന്നെ നമ്മുടെ ഇനിയായിരിക്കും കാര്യമായ റോളൊന്നും ചെയ്യാനില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പ്രകടനങ്ങളായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറെ ചന്നം പിന്നം കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. ശരിക്കും അവർക്കൊന്നും കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവർക്ക് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഈ റൈറ്റിംഗ് രീതിയായിരുന്നു. ഇച്ചിരി കൂടെ ശ്രദ്ധിച്ച് ഇവര് ഇത് മുന്നോട്ട് വെച്ചെങ്കിൽ റൈറ്റിങ്ങിനകത്ത് ഇവർക്ക് ഈ സിനിമ പിടിക്കാവുന്നതാണ്. പക്ഷെ അതും റൈറ്റ് വെച്ച് നല്ലൊരു കണ്ടന്റ് ആയിരുന്നു. നല്ലൊരു കണ്ടന്റിനെ കൊണ്ടുപോയി ഒരുമാതിരി ഊളപ്പരിപാടി കാണിച്ച് അവസാനം എങ്ങനെയൊക്കെ ഈ കില്ലർ പോകുന്നത്, ആ കില്ലർ ഇവർ എഴുതി വെച്ചേക്കുന്ന രീതിയിലല്ലേ ഈ കില്ലർ പിന്നെ ക്രൈം ചെയ്യാൻ തുടങ്ങുന്നത്. വേറെ ഏതോ റൂട്ടിൽ കൂടെ കയറിപ്പോയി ആരെയൊക്കെ പിടിച്ച് കൊല്ലുന്ന അവസ്ഥയായിരുന്നു സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് കുറെ കഴിയുമ്പോൾ ഒരു കോപ്പി ക്യാറ്റ് കില്ലിംഗ് പരിപാടിയും കൂടെ സിനിമയ്ക്കകത്ത് കൊണ്ടുപോയി വെച്ച് അത് അലമ്പാക്കി കൈ തന്നപ്പോഴത്തേക്ക് സംവിധായകന് തൃപ്തിപ്പെട്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം. പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിലെ കഥാപാത്രങ്ങളെ വെച്ച് നോക്കിയാൽ ഇവരുടെ പെർഫോമൻസുകൾ കണ്ടിരിക്കാവുന്നേ ഉള്ളൂ. പിന്നെ കഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കണ്ടന്റ്, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നല്ല കണ്ടന്റിനെ അത് അവതരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചില്ല. അത് ഈ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള തകർച്ചയ്ക്ക് കാരണമായി പോയൊരു കാര്യം കൂടിയാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻസ് എങ്കിലും നിങ്ങൾ കൊടുക്കുക. അതിപ്പോ എങ്ങനെയെങ്കിലും ആയാലും ചുമ്മാ ഒരു ട്രെയിലറോ ഒരു ടീസറോ എടുത്ത് ഈ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു നീക്കോ ആളുകൾക്ക് ഉണ്ടാവില്ല. അതിപ്പം ഒരു 1 മില്യൺ ആളുകൾ കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ സിനിമ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പ്രൊമോഷൻസോ കാര്യങ്ങളോ വെച്ച് ഒരു 10 പേരോ ഒരു 20 പേരോ എങ്കിലും ഈ സിനിമയ്ക്ക് കയറണം. എങ്കിൽ മാത്രമേ ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായി മാറത്തുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ പോലും ചെയ്യാത്തൊരു അവസ്ഥയാണ്. സത്യം പറഞ്ഞ സിനിമാക്കാർക്ക് പോലും അവരുടെ സിനിമ ആവശ്യമില്ല. അവര് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സിനിമ ജനങ്ങൾ കാണണമെന്ന് ആവശ്യമില്ല. അപ്പൊ അത്തരത്തിലൊരു പ്രവണതയാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം. തീർച്ചയായിട്ടും സ്മൈൽമാന് നിങ്ങൾക്ക് ഒന്ന് ബോർ അടിച്ചിരിക്കുവാണെങ്കിലൊക്കെ ഒന്ന് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ആവറേജ് ഫിലിമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ ഈ ഒരു സിനിമയ്ക്ക് നൽകുന്ന റേറ്റിംഗ് 10-ഒരു 4.2 കൊടുക്കുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം.